എവരിവൺ, വെൽക്കം ടു എൽസാസ് വേൾഡ്. അരിസ്റ്റോട്ടിൽ, അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള APJ അബ്ദുൽ കലാം, ഇത്തരത്തിലുള്ള വ്യക്തികളെ എങ്ങനെ വാർത്തെടുക്കുവാനായിട്ട് സാധിക്കും, അതിനുതകുന്ന തരത്തിലുള്ള ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ആയി മാറുവാനായിട്ട് എങ്ങനെ സാധിക്കും, ഒരു നല്ല മികച്ച അധ്യാപകന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു അധ്യാപകന് വേണ്ട മികച്ച ഒരു ക്വാളിറ്റി ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് റോൾ മോഡലാണ്. ഓരോ അധ്യാപകനും ഓരോ വിദ്യാർത്ഥിയുടെയും റോൾ മോഡലാണ്. നമുക്കൊക്കെ അറിയാം, കൊച്ചു കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ സ്കൂളിലായിരിക്കുന്ന സമയം അത്രയും നമ്മൾ അധ്യാപകരോടൊപ്പമാണ്. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിക്കഴിയുമ്പോഴേക്കും നമ്മൾ അവരുടെ സംസാര ശൈലികളും അവരുടെ ഒരു മൊത്തത്തിലുള്ള അവരെക്കുറിച്ചുള്ള ഒരു ചിത്രമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോൾ അവരെ നമ്മൾ അനുകരിക്കാനായിട്ട്, അവർ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുവാനായിട്ട് ഒക്കെ ശ്രമിക്കും. നമ്മൾ അവരുടെ രീതികൾ, ശൈലികളൊക്കെ ആവർത്തിക്കുവാനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഓരോ അധ്യാപകനും എങ്ങനെ ഉണ്ടായിരിക്കണം, ഒരു മികച്ച റോൾ ഓരോ വിദ്യാർത്ഥിക്കും പരിശീലിക്കുവാനായിട്ട് അല്ലെങ്കിൽ റോൾ മോഡലാക്കാൻ ഉതകുന്ന വിധത്തിൽ ഒരു നല്ല റോൾ മോഡലാകുവാനായിട്ട് എപ്പോഴും അവെയറായിരിക്കണം. പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. നല്ല വായന ഉള്ള, പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന, പുസ്തകങ്ങളെ സുഹൃത്തുക്കളായി കൂടെ കൊണ്ടു നടക്കുന്ന നല്ല അധ്യാപകരായി മാറുവാനായിട്ട്, സ്നേഹമുള്ള, കുട്ടികളെ നന്മയുടെ മാർഗത്തിലൂടെ ചരിക്കുവാനായിട്ട്, കൊണ്ടു നടക്കുവാനായിട്ട് നല്ല കരുത്തുള്ള അധ്യാപകരായി മാറുക. പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ടാമതായിട്ട് ഇൻസ്പിറേഷൻ. നല്ല ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ കുട്ടികൾക്ക് നല്ല മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ജീവിത പ്രതിസന്ധികളെ എങ്ങനെ കരുത്തോടെ മുന്നേറുവാനായിട്ട് സാധിക്കുമെന്നുള്ള നല്ല ഒരു സന്ദേശം കൂടി അവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ ആ 50 കുട്ടികളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ച്, ജീവിത പ്രതിസന്ധികളെക്കുറിച്ചും, അവർ നേരിടുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മുതൽ വലിയ പ്രശ്നങ്ങൾ വരെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മളൊരു കൗൺസിലർ കൂടിയാണ്. നമ്മളൊരു അധ്യാപിക മാത്രമല്ല, മറിച്ച് നമ്മളൊരു കൗൺസിലർ കൂടിയായി മാറും. ആ കുട്ടികളെ നല്ല ജീവിതപാതയിലേക്ക്, നന്മയുടെ നിറവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കും. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു അധ്യാപകൻ മാത്രമായാൽ പോരാ, മറിച്ച് നമ്മളൊരു വിദ്യാർത്ഥി കൂടിയായിരിക്കണം. കാരണം നമ്മൾ ഒരു അധ്യാപകൻ്റെ നിലയിൽ മാത്രം നിന്ന് സംസാരിക്കുമ്പോൾ, താഴേക്ക് ഇറങ്ങി വരാതെ സംസാരിക്കുമ്പോൾ നമ്മളുടെ കുട്ടികളുടെ മനസ്സുകളെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുകയില്ല. മറിച്ച് നമ്മളൊരു കുട്ടി കൂടിയായി, നിഷ്കളങ്കനായ അല്ലെങ്കിൽ നിഷ്കളങ്കയായ ഒരു കുട്ടി കൂടിയായി മാറുമ്പോൾ കുട്ടികളുടെ മനസ്സിനെ, അവരുടെ പ്രയാസങ്ങളെ തിരിച്ചറിയുവാനായിട്ടും നല്ലൊരു സ്കഫോൾഡായിട്ട്, നല്ലൊരു മെൻറ്ററായിട്ട് അവർ കൂടെ നിൽക്കുവാനായിട്ടും അവരുടെ പ്രയാസങ്ങളെ തൊട്ടറിയുവാനായിട്ടും ഒക്കെ നമുക്ക് സാധിക്കും. കുട്ടികളുടെ മനസ്സ്, കുട്ടികളുടെ പ്രശ്നങ്ങൾ, അവരെ കൂടുതൽ മനസ്സിലാക്കുക, ഇതൊക്കെ ഒരു അധ്യാപകന് വേണ്ട നല്ല ക്വാളിറ്റീസാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു ചെറിയ കഥയാണ് കടന്നു വരുന്നത്. ഗുരുശിഷ്യബന്ധം. ഗുരുശിഷ്യബന്ധത്തിലൂടെ ഒരു ശിഷ്യൻ ഒരു ഗുരുവിനോട് ചോദിക്കുന്ന സന്ദർഭമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒരു ശിഷ്യൻ ഒരു ഗുരുവിനോട് ചോദിച്ചത് ഇപ്രകാരമാണ്: ഗുരു, ജീവിത രഹസ്യം എങ്ങനെയാണ് കണ്ടെത്താൻ സാധിക്കുന്നത്? അപ്പോൾ ഗുരു പറഞ്ഞു കൊടുത്തത് ഒരു ഉത്തരമായിട്ടല്ല, മറിച്ച് ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. മകനെ, നീ പോയി യാത്ര ചെയ്ത് അതിനുള്ള ഉത്തരം കണ്ടെത്തുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജീവിത പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുവാനായിട്ട് എത്തരത്തിൽ നമുക്ക് മുന്നേറുവാനായിട്ട്, നമുക്ക് എത്തരത്തിൽ ജീവിത പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ട്, ജീവിത രഹസ്യം കണ്ടെത്തുവാനായിട്ട് വലിയൊരു സന്ദേശമാണ് അദ്ദേഹം തൻ്റെ ശിഷ്യനായിട്ട് പകർന്നു കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്കൊരു നമുക്കൊരു മാർഗനിർദ്ദേശം തന്നെയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓരോ അധ്യാപകനും നമ്മുടെ മനസ്സിൽ നിന്നാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. എ ഗുഡ് ടീച്ചർ ഫ്രം ദ ഹേർട്ട് എന്നാണ് പറയുന്നത്. അതായത് മനസ്സിൽ നിന്നാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, നോട്ട് ദ ബുക്കുകളിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്നും കൂടി അവരെ മനസ്സിലാക്കി അവരെ പഠിപ്പിക്കുക. പുറം ലോകത്തെ അതിജീവിക്കാനുള്ള ശക്തി അവർക്ക് പകർന്നു കൊടുക്കുക. ഇതൊക്കെ ഒരു അധ്യാപികയുടെ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ്റെ ഗുണഗണങ്ങൾ തന്നെയാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ കേൾക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. Sunshine.